വചനമൊഴി ഫെബ്രുവരി 12. വചനഭാഗം റോമ 2:25-29, മത്തായിയുടെ സുവിശേഷം 12:15-21. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദൈവവചനം നമ്മെ ക്ഷണിക്കുന്നത് ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ഹൃദയ പരിവർത്തനമുള്ളവരായി മാറണം, മനപരിവർത്തനം ഉള്ളവരായി മാറണം എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈശോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുന്നില്ല, മങ്ങുന്ന തിരി അണയ്ക്കുന്നുമില്ല. അതായത് ആത്മീയമായി തളർന്നവരെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെയും ഈശോ ഉപേക്ഷിക്കുന്നില്ല, പകരം സ്നേഹത്തോടെ അവരെ ഉയർത്തുന്നു, ചേർത്തു നിർത്തുന്നു. ഈശോയുടെ വഴി അധികാരത്തിന്റെ വഴിയല്ല, അകറ്റി നിർത്തലിന്റെ വഴിയല്ല, കരുണയുടെ വഴിയാണ്, ചേർത്തു നിർത്തലിന്റെ വഴിയാണ്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നിയമത്തിന്റെ അക്ഷരമല്ല, ആത്മാവിന്റെ ചൈതന്യത്താൽ മാറ്റപ്പെടുന്ന ഹൃദയമാണ് ദൈവത്തിനു പ്രിയങ്കരം. ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ദൈവവുമായുള്ള ആഴമായ ബന്ധമാണ് ആത്മീയതയുടെ അടിസ്ഥാനം. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ദൈവവുമായിട്ടുള്ള യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, ആഴമായ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നതാകണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തീയ ജീവിതം വെറും ആചാരാനുഷ്ഠാനങ്ങളായി മാറാതെ മിശിഹായുടെ ജീവിത ശൈലി നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റുവാൻ, നമ്മുടെ ഹൃദയങ്ങൾ ദൈവാരൂപിയാൽ പുതുക്കപ്പെടുന്ന, ലോകത്തിന് ദൈവരാജ്യത്തിന്റെ മുഖം നൽകുന്ന ജീവിതങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ഓളങ്ങൾ സൃഷ്ടിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ആഴമുള്ള വിശ്വാസത്തിലേക്ക്, ജീവിക്കുന്ന വിശ്വാസത്തിലേക്ക് വളരുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. അതിന് നമുക്ക് പ്രത്യുത്തരം നൽകാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.